الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സമീപ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയേറിയ ചില വാർത്തകൾ നമ്മൾ വായിക്കുകയുണ്ടായി. പാങ് സ്കൂളിലെ അധ്യാപകർ തൃശ്ശൂർ വെടിക്കെട്ടിനിടയിൽ സ്ഫോടനമുണ്ടായി. അവിടെയുള്ള ജീവനക്കാർ, തൊട്ട് അയൽപക്ക സംസ്ഥാനത്തും ഇതുപോലെയുള്ള മരണങ്ങൾ നമ്മൾ കാണുകയോ വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തു. അത്ര വലുതല്ലാത്ത എന്നാൽ വളരെ പെട്ടെന്നുള്ള പല മരണങ്ങളും സമീപ സന്ദർഭങ്ങളിൽ നമ്മൾ അറിഞ്ഞും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. ഇങ്ങനെ തുടങ്ങിയ ധാരാളം വാർത്തകൾ. ഈ മരണങ്ങളെന്ന് പറയുന്നത് എന്ത് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും വിശ്വാസികൾക്കതിൽ നിന്ന് ചില ഗുണപാഠങ്ങളുണ്ട്, അഴിപ്പുറത്തുണ്ട്. അത് ഖുർആൻ തന്നെ വ്യക്തമാക്കിയതാണ്.
നമുക്കറിയാം, ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരുടെ ബന്ധപ്പെട്ട ആളുകൾ ഒരു വിനോദയാത്രക്ക് പോവുകയാണ്. അവർ ആ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് വരെ കുടുംബങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ സന്തോഷത്തോടുള്ള പിക്ചറുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പെടുന്നനെയാണ് മരണം അവരിലേക്ക് കയറി വരുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായാലും മരണം നിങ്ങളെ പിടികൂടും എന്നാണ്. മരണത്തിന് വളരെ നിശ്ചിതമായൊരു അവധിയുണ്ട്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. ആ അവധി വന്നെത്തിയാൽ പിന്നെ അള്ളാഹു ഒരിക്കലും പിന്തിക്കുകയില്ല, അതിൻ്റെ മുന്നേയും പിടിക്കുകയില്ല. ആ നിശ്ചിത സമയത്ത് മാത്രമാണ് ഒരാളുടെ മരണം സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തെ രുചിച്ചു നോക്കും. എല്ലാ ശരീരവും എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം ശരീരത്തിനല്ല വേദന ഉണ്ടാവുക, ആത്മാവിനാണ്. അപ്പം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ധരിച്ച വസ്ത്രം നമ്മൾ തന്നെ അഴിച്ചു മാറ്റണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം അത്രയും സമീപസ്ഥമാണ് ഒരു മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത്. അപ്പം ഈ മരണസന്ദർഭം നല്ലതാക്കുക, അത് ഏറ്റവും ഹൈറായ അവസ്ഥയിലാക്കാനുള്ള പരിശ്രമമാണ് വിശ്വാസികൾ നടത്തേണ്ടത്. രണ്ടാമത്തത്, മരിച്ചു പോകണമല്ലോ എന്ന ഓർമ്മ നമ്മിലുണ്ടാവുക എന്നതാണ്. അങ്ങനെ ഒരാളിൽ ഉണ്ടായാൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരു മനുഷ്യനെ കർമ്മോത്സുകനാക്കും, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കും, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നൽകും. നമ്മളെ ഏറ്റവും വലിയ പ്രാർത്ഥനയായി ഉണ്ടാവേണ്ടത് നമ്മുടെ ആഖിബത്ത് നന്നാക്കണം എന്നതാണ്. ഒരു മനുഷ്യൻ്റെ അന്ത്യം നന്നായാൽ ആദ്യവും നന്നാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു പ്രവാചകന്മാരും ഹൈറായ മരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. അന്ത്യം നന്നാക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് തൻ്റെ ഹിയ ഉലൂമുദ്ദീനിൽ ഒരു പണ്ഡിതൻ്റെ സംഭവം വിവരിക്കുന്നുണ്ട്. പണ്ഡിതനോട് ശിഷ്യൻ ചോദിക്കുകയാണ്, നല്ല മരണം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം പണ്ഡിതൻ ശിഷ്യനോട് പറയാൻ, ഓരോ ദിവസവും അന്ത്യദിനമാണെന്ന് കരുതി ജീവിക്കുക. ഓരോ സംസാരവും അവസാനത്തെ സംസാരമാണെന്ന് കരുതി സംസാരിക്കുക. ഓരോ സൽക്കർമ്മങ്ങളും അവസാനത്തെ സൽക്കർമ്മങ്ങളാണെന്ന രീതിയിൽ അനുഷ്ഠിക്കുക. കാരണം ഏത് മനുഷ്യൻ്റെയും അഹങ്കാരം ഉടഞ്ഞു പോകുന്ന, ഏത് ജനനായകനും ഒറ്റപ്പെട്ടു പോകുന്ന, ഏത് സമ്പന്നനും സമ്പത്ത് ഉപകാരപ്പെടാതെ പോകുന്ന, അനേകം മനുഷ്യരുടെ ഇടയിൽ കുടുംബങ്ങളുടെയും തറവാടുകളുടെയും അധിപനായി ജീവിച്ച ആളുകളെല്ലാം അനാഥമായി പോകുന്ന, നിസ്സഹായരായി പോകുന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത്. ഒരുപാട് മക്കളുടെ തറവാട്ട് ജീവിച്ച ആളും ചിലപ്പോൾ എവിടെയെങ്കിലും മരിച്ചു കിടക്കുന്ന വാർത്തയാണ് നമ്മൾ കാണാൻ കഴിയും. ഇപ്പം മരണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിലാവാനുള്ള പ്രയത്നവും പ്രാർത്ഥനയുമാണ് വിശ്വാസികളിൽ നിന്ന് ഒന്നാമതായി ഉണ്ടാവേണ്ടത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. ഏത് സമയത്തും പ്രാർത്ഥിക്കൽ പുണ്യമുള്ളൊരു പ്രാർത്ഥനയാണ്.
മുസ്ലിമായി മരിപ്പിക്കണം, സാലിഹീങ്ങളുടെ കൂടെ ചേർക്കണം എന്നാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജവാബുൽ കാഫിയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പ്രതിനിധീകരിച്ച തൗഹീദിനെ ഉറപ്പിച്ചു നിർത്താൻ പരിശ്രമിച്ച ഒരാളുടെ നാവിലൂടെയല്ലാതെ മരണസമയത്ത് ഷഹാദത്ത് ഉച്ചരിക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച ഒരാൾക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്നാണ് ഇബ്നുൽ ഖയ്യിം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ജീവിക്കൽ എങ്ങനെയാണ്? ഒന്ന് സമ്പൂർണമായി പടച്ച റബ്ബിന് വിധേയപ്പെടലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അള്ളാഹുവിന് തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം വകവെച്ചു കൊടുക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച ഒരാൾക്ക് മാത്രമാണ് അന്ത്യസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുകയുള്ളൂ. അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അസലഹു ഖീല വമാ അസലഹു യാ റസൂലല്ലാഹ്. ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അയാളെ മധുരിതമാക്കും എന്നാണ്. അസൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ അടിസ്ഥാന അർത്ഥം തേൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണ് മധുരം നൽകുക? അസൽ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ അല്ലാഹു സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കല. യഫ്തഹു ലഹു അമലൻ സാലിഹൻ ബൈന യദൈ മൗതിഹി, മരണം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നല്ലത് ചെയ്യാനുള്ള അവസരം ഒരാൾക്ക് നൽകലാണ് അവന് അള്ളാഹു മധുരം നൽകും, അല്ലെങ്കിൽ അവനെ മധുരിതമായി അള്ളാഹു സ്വീകരിക്കും എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ജീവിതത്തിൽ ആദ്യം ഒരാൾക്ക് നന്നായി എന്നതുകൊണ്ട് അന്ത്യം നന്നായിക്കൊള്ളണമെന്നില്ല. ഒരാൾ ആദ്യത്തിൽ മുസ്ലിമായി ജീവിച്ചു എന്നതുകൊണ്ട് മരിക്കൽ മുസ്ലിമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മുസ്ലിമായി മരിക്കാൻ പ്രത്യേക പരിശ്രമം ആവശ്യമാണ്. ആ പരിശ്രമങ്ങളെന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിൻ്റെ ഒരു ഹജ്ജ് യാത്രയിൽ ഒരാൾ വാഹനപ്പുറത്ത് വീണ് മരണം സംഭവിക്കുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കുക, തല മറക്കരുത്. അദ്ദേഹം ധരിച്ച ഇഹ്റാമിൻ്റെ 2 വസ്ത്രം കൊണ്ട് അദ്ദേഹത്തെ കഫൻ ചെയ്യുക, എന്നിട്ട് മറമാടുക. നാളെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ചൊല്ലിയിട്ടാണ് പരലോകത്തേക്ക് എഴുന്നേറ്റ് വരിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സൽക്കർമ്മ, ആ ഏറ്റവും മരണത്തിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം ചെയ്തൊരു സൽക്കർമ്മമാണ്, അതിന് സാക്ഷിയായ രീതിയിൽ അദ്ദേഹത്തെ മറമാടണം എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അദ്ദേഹത്തെ തലമറക്കരുത്, കുളിപ്പിക്കുക, 2 വസ്ത്രങ്ങളിൽ കഫൻ ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയതായി അദ്ദേഹം പറയുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പരിശുദ്ധ ഖുർആനിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. മരണാസന്നനായ ആളുകളുടെ അടുത്ത് മലക്കുകൾ വന്നിട്ട് പറയും, അവര് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. 2 കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ്. ഒന്ന് ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ്
അള്ളാഹുവാണ് എന്ന് പറഞ്ഞവരാണ്. തൗഹീദ് ഉദ്ഘോഷിക്കുകയും അതിനുവേണ്ടി നിലയുറപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. എന്ന് പറഞ്ഞാൽ സുമ്മസ്തഖാമു, പിന്നെ അതിൽ അടിയുറച്ചു നിന്ന ആളുകളാണ്. ഈ ആളുകൾക്ക് 3 സന്ദർഭങ്ങളിൽ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് 3 സമയങ്ങളിൽ മലക്കുകൾ അവരുടെ അടുത്ത് വന്നിട്ട് ലാ തഖാഫു വലാ തഹ്സനു എന്ന് വിളിച്ചു പറയുമെന്നാണ്. ഒന്ന് മരണസമയം തന്നെയാണ്. മരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമില്ല, നിയന്ത്രണത്തിലുള്ള കാര്യമില്ല. നമ്മളൊരു സ്പിരിച്വൽ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു എൻട്രൻസ് ആണ് മരണം എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മുടെ കയ്യിൽ എത്തിപ്പിടിക്കാൻ ഒരു പിടിവള്ളി ഉണ്ടാവില്ല. ആ സമയത്ത് ഒരാൾ ആശ്വസിപ്പിക്കുക, ഒരാൾ തലോടുക, ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നൊരു സന്ദർഭമാണ്. അപ്പോൾ പടച്ച റബ്ബിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ മലക്കുകൾ വന്നുകൊണ്ട് ലാ തഖാഫു വലാ തഹ്സനു, ഭയപ്പെടേണ്ടതില്ല എന്ന് പറയും. രണ്ടാമത് അയാൾ ഖബറിലേക്ക് എത്തുമ്പോൾ ലാ തഖാഫു വലാ തഹ്സനു എന്ന് വിളിച്ചു പറയും. മൂന്നാമത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നാളെ പുനരുത്ഥാന നാളിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരു ബേജാറിലെ ലോകത്തെ ചിലപ്പോൾ വർഷങ്ങളും പതിറ്റാണ്ടുകളും യുഗങ്ങളുമായിട്ടുണ്ടാവും. എഴുന്നേറ്റ് വരുന്ന മനുഷ്യനോട് മലക്കൾ പറയും ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ബേജാറാവേണ്ടതില്ല എന്ന് പറയും. ഈ 3 സന്ദർഭങ്ങളിലും മലക്കുകളുടെ ആശ്വാസവും ചേർത്തുപിടിക്കലും അനുഭവിക്കാൻ ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ഈ 2 പ്രവൃത്തിയുള്ള മനുഷ്യർക്ക് സാധിക്കുമെന്നാണ് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഖാലൂ റബ്ബുന അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, അപ്പൊ അതിനുള്ളൊരു സമയമല്ല. അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും. അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാട് വിടേണ്ടി വരും, ജീവിതത്തിൽ നിന്ന് അനുഭവിക്കാത്ത പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും, വലിയ വലിയ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും. എന്നാലും റബ്ബുനല്ലാ എന്ന് പറഞ്ഞവരായിരുന്നു അസ്ഹാബുൽ കഹ്ഫ്. അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഓതാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസികൾക്ക് പ്രതീക്ഷയും വിശ്വാസികൾക്ക് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നൽകുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിങ്ങനെ ഓതിപ്പോയതുകൊണ്ട് കാര്യമില്ല, അതെന്താണ് പറയുന്നത് എന്ന് എല്ലാ ആഴ്ചയും അപ്ഡേറ്റ് ചെയ്യണം. ആ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഒന്നാമത്തെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ്. അസ്ഹാബുൽ കഹ്ഫ് റബ്ബുനല്ലാ എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് പടച്ച റബ്ബിന്റെ സന്നിധിയിൽ ഒരു ഭയവും ബേജാറും ഉണ്ടാവേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹ്മഹുല്ല അദ്ദേഹം ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് മകൻ പറഞ്ഞു, വാപ്പ നിങ്ങൾ സാധാരണ പാരായണം ചെയ്യുന്നതിനധികം പാരായണം ചെയ്യുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഞാൻ അള്ളാഹുവിലേക്ക് യാത്ര പോകാൻ സമയമായിട്ടുണ്ട്, അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്, അതുകൊണ്ട് ഞാൻ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നു. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനുമായി ഇടപഴകുമ്പോൾ തങ്ങളുടെ ആഖിബത്ത് നന്നാക്കാൻ വേണ്ടി സലഫുസ് സാലിഹ്യങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്, അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ പ്രഗത്ഭനായ ശിഷ്യനാണ് അല്ലാമ ഇബ്നു കസീർ. ഇബ്നു കസീർ മുഫസ്സിറാണ്, ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട് അൽ ബിദായ വൻ നിഹായ. ആ ചരിത്രത്തിൽ ഇബ്നു തൈമിയെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു തൈമിയെ ബിദ്അത്തുകൾക്കും ഖുറാഫാത്തുകൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി പോരാടിയത് കൊണ്ട് അനുയായികളുള്ളതുപോലെ തന്നെ ശത്രുക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഭരണകൂടം പലതവണ ജയിലടച്ചു, തടവറയിലാക്കി. ഡമസ്കസിൽ ഒരു കോട്ടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജയിലുണ്ടായിരുന്നു. ജയിലിലെ ഭരണകൂടം ആദ്യം അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് പേപ്പർ, അതായത് കടലാസും പേനയും നൽകരുത് എന്നാണ്. അവിടെ നിന്ന് ജയിലിന് അദ്ദേഹം പുസ്തകം എഴുതും, അത് ആളുകൾ വായിക്കും. വീണ്ടും ആളുകൾ അദ്ദേഹത്തിന്റെ വിജ്ഞാനം കരസ്ഥമാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അത് പാടില്ല എന്നാണ്. അപ്പോൾ ജയിലിൽ അടുപ്പിൽ പാചകം ചെയ്യുന്ന
വിറകിന്റെ കരി ഉപയോഗിച്ചുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ചുമരുകളിൽ എഴുതിയിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അത് പകർത്തി എഴുതി, പിന്നീട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അതുപോലെ പകർത്തി എഴുതാൻ സാധിച്ചു എന്നാണ്. അപ്പൊ എല്ലാ ദിവസവും അത് ചുമരിൽ എഴുതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അദ്ദേഹം അല്ലാമ ഇബ്നു കസീർ പറയാൻ, അദ്ദേഹം ഞങ്ങൾക്ക് ദർസ് നടത്താറുണ്ട്. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ട്. ഡമസ്കസ് പള്ളിയിലാണ് ശിഷ്യന്മാർ. ദർസ് നടത്തുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് വസിയത്ത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആഖിബത്ത് നന്നാക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. നമ്മളെല്ലാ മനുഷ്യർക്കും വേണ്ടി വസിയത്ത് ചെയ്ത ദുആ ഉണ്ടെങ്കിൽ ആ ദുആയിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്? അവർ അവസാനം നന്നാക്കി കൊടുക്കണേ എന്നാണ് പറയേണ്ടത്. ഹിദായത്തിലേക്ക് വരാൻ കഴിയാത്ത സഹോദരന്മാർ അവരുടെ അന്ത്യം ഹിദായത്തിലാക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ എല്ലാ മതസ്ഥരും നമ്മോട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആഖിബത്ത് നന്നാക്കാൻ, സ്വർഗം ലഭിക്കാനും അവർക്ക് പാപമോചനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അവർക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ആഖിബത്ത് നന്നാക്കാൻ വേണ്ടി സലഫുസ് സാലിഹ്യങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ അല്ലാമ ഇബ്നു തൈമിയ ഇങ്ങനെ പറയാറുണ്ട്, ഡമസ്കസിലെ പള്ളിയിൽ വെച്ച് അദ്ദേഹം ക്ലാസ് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്യാറുണ്ട് എന്നാണ്. ആ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഖുർആനുമായി സഹവസിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് യാത്ര പോകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഡമസ്കസിലെ കോട്ടയിൽ അദ്ദേഹത്തെ തടവറയിലാക്കി. അങ്ങനെ അദ്ദേഹം തടവറയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യാണ്. ആ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് ഫീ മഖാദി സിദ്ഖീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിലെ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം മരണപ്പെടുകയാണ്. പിന്നീട് അദ്ദേഹം കണ്ണു തുറന്നിട്ടില്ല, എഴുന്നേറ്റിട്ടില്ല എന്നാണ് ചരിത്രം. അപ്പൊ ഇത് എന്താണ്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതാണ്, ഖുർആനുമായി സഹവസിക്കുമ്പോൾ മദീനയിൽ വെച്ച് എന്നെ മരിപ്പിക്കണം എന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ വന്നിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ 10 കൊല്ലമായി ഞാൻ ഭരണ ചുമതലയേൽക്കുന്നു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ അധികാരം തിരിച്ചെടുക്കണം, അതുപോലെ തന്നെ എന്നെയും തിരിച്ചെടുക്കണം, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി എന്നെ തിരിച്ചെടുക്കും, എൻ്റെ കുടുംബത്തിൽ മക്കൾക്കൊന്നും ഈ അധികാരം ഇനി കൊടുക്കും ചെയ്യരുത്, ഖത്താബിന്റെ കുടുംബത്തിൽ ഈ ഭാരമേൽക്കാൻ ഒരു ചുമല് മതി, അധികം ചുമല് വേണ്ടതില്ല, അതുകൊണ്ട് ഇനി ആർക്കും ഈ അധികാരം കൊടുക്കേണ്ടതില്ല, എനിക്ക് രക്തസാക്ഷിത്വം നൽകണം, മദീനയിൽ വെച്ച് എന്നെ മരിപ്പിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ വന്ന് ഒറ്റയ്ക്ക് തേങ്ങി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. മദീനയുടെ കരളിന്റെ കഷ്ണമായ മസ്ജിദുൻ നബവിയിൽ സുബഹി നമസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കുമ്പോൾ 6 കുത്തേറ്റിട്ടാണ് മഹാനായ ഉമർ ഖത്താബ് മെഹ്റാബിൽ വീണത് എന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ മരണം ഏറ്റവും നല്ല മരണമാക്കാൻ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രാർത്ഥിക്കുക കൂടി വേണം എന്നതാണ്. പ്രവാചകന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറുഹു, എൻ്റെ ആയുസ്സിൽ ഏറ്റവും നല്ലത് അവസാനത്തെ ആയുസ്സാക്കണം എന്ന് ആരാണ് പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഖൈറ അമലി ഖവാതിമുഹു, ഏറ്റവും നല്ല അവസാനം പ്രവർത്തനം അതിൻ്റെ എൻഡിലാക്കണം. കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം കലമുടക്കുക എന്ന് പറയില്ലേ, അതല്ല, അവസാനത്തതാക്കണം ഏറ്റവും നല്ല പ്രവർത്തനം. വ ഖൈറ അയ്യാമി യൗമ അൽഖാക്, എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം പടച്ച റബ്ബേ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണം, അതാണ് ഏറ്റവും നല്ല ദിവസമാവേണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. പ്രവാചകന്മാർ അവരുടെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക് വസിയത്ത് കൊടുക്കാറുണ്ട്. ആ വസിയത്ത് എന്താണ്? ആ വസിയത്ത് അവരൊരിക്കലും സ്വത്തിന്റെ കാര്യത്തിൽ വസിയത്ത് കൊടുക്കാറില്ല, വസിയത്ത് ദീനിന്റെ കാര്യത്തിൽ മാത്രമാണ്. സലഫു സാലിഹ്യങ്ങളൊക്കെ അങ്ങനെയാണ്. മക്കൾ മരണാസന്നനായാൽ മക്കൾ അടുത്തേക്ക് വിളിച്ചിട്ട് ദീനിന്റെ കാര്യത്തിലാണ് വസിയത്ത് കൊടുക്കുക. സ്വത്ത് എങ്ങനെ ഓരിയെക്കണം ആ കാര്യമൊക്കെ നേരത്തെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പറയേണ്ടത് നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്നാണ്. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ കുടുംബത്തിനും തലമുറക്കും വസിയത്ത് ചെയ്യാൻ കഴിയുന്ന പിതാക്കളാണ്, രക്ഷിതാക്കളാണ് ഏറ്റവും ഭാഗ്യവാന്മാരായ രക്ഷിതാക്കൾ. മറ്റാളുകൾ പറഞ്ഞാൽ കുറെ ഭൗതിക ആഗ്രഹം കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്ര പോകുന്ന ആളുകളാണ്. അപ്പൊ നമ്മളെ പ്രതാപം കൊണ്ട്, പ്രൗഢി കൊണ്ട്, സമ്പന്നത കൊണ്ട്
നമ്മുടെ ഏത് ഭൗതിക മാനദണ്ഡം കൊണ്ടും പടച്ച റബ്ബിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയാണ്. അവനവന്റെ കർമ്മം മാത്രമാണ്. ആ കർമ്മത്തിൽ ഏറ്റവും മുന്തിയ കർമ്മം ദീനിന്റെ കർമ്മങ്ങളാണ്. ആ ദീനിന്റെ അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ സന്താനങ്ങൾക്ക് വസിയത്ത് നൽകി, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കും, നിങ്ങളൊക്കെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത മക്കളാണ്, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങളോട് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത് മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരിക്കരുത് എന്നാണ്. ഈ വസിയത്ത് കൊടുക്കണമൊക്കെ പ്രവാചകന്മാരായ മക്കളാണ്. അവരോട് മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കണം എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മുസ്ലിമായി മരിക്കുക എന്ന് പറയുന്നത് അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഒരു തൗഫീഖാണ്, ഒരു നസീബാണ്, ഒരു ഭാഗ്യമാണ്. നല്ല തറവാട്ടിലാണ് മുസ്ലിമായും ഇസ്ലാമും ഇസ്ലാമിക പ്രവർത്തനമൊക്കെ നിർവഹിച്ചാലും മുസ്ലിം അല്ലാതെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ മുസ്ലിങ്ങളല്ലാതെ മരിച്ചുപോയ ചരിത്രം നമുക്കറിയാം. കാരണം നബിയുടെ തർബിയത്ത് കിട്ടിയ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് വളരെയധികം ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ പ്രവർത്തനം നന്നാക്കുന്നതോടൊപ്പം നമ്മുടെ ആഖിബത്ത് നന്നാക്കാനുള്ള പ്രാർത്ഥനയും തേട്ടവും ഉണ്ടാവും. ഏത് മരണത്തിന്റെ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഏറ്റവും നല്ല മരണം നമുക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളില്ലാതെ സന്തോഷത്തോടുകൂടി പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ ദൂതന്മാരെ വരവേൽക്കാൻ കഴിയുന്ന സന്തോഷ നിമിഷമായി നമ്മുടെ മരണങ്ങൾ മാറുക എന്നതാണ്. എല്ലാ ആത്മാവും എന്തായാലും മരണത്തെ രുചിച്ചു നോക്കൂ. ഏറ്റവും കഠിന ദൈവ നിഷേധി പോലും ഭൗതിക ലോകം കഴിഞ്ഞാൽ വേറൊരു ലോകമില്ല എന്ന് ഉദ്ഘോഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആള് പോലും ഭൗതികവാദങ്ങൾക്ക് വേണ്ടി വലിയ വലിയ തിസീസുകൾ എഴുതിയ ആചാര്യന്മാർ പോലും മരണത്തിന്റെ സന്ദർഭത്തിൽ വെപ്രാളപ്പെട്ടത് അവരുടെ അനുചരന്മാരും സഹചാരികളും രേഖപ്പെടുത്തിയതാണ്. പരലോകമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല, ദൈവവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ മരണമൊന്നും ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയതും വിശ്വാസികളല്ല, അവരുടെ കൂടെ മരണസമയത്ത് പരിചരിച്ച ആളുകളാണ്, ഡോക്ടേഴ്സാണ്, നഴ്സുമാരാണ്. കാരണം പരലോക വിശ്വാസം ദൈവവിശ്വാസം ഒരു മനുഷ്യന്റെ ജീവിതം മാത്രമല്ല മരണത്തെയും ശാന്തമാക്കും. ആ അടിയുറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏത് ദുരന്തങ്ങളും ഏത് അപകടങ്ങളും വെടിക്കെട്ടിലായാലും ബസ്സപകടങ്ങളായാലും ദുരന്തങ്ങളുടെ ഹൃദയഭേദകമായ കാഴ്ചകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് പടച്ചവൻ എൻ്റെ ആഖിബത്ത് നന്നാക്കണമെന്ന പ്രാർത്ഥനയാണ്. ആഖിബത്ത് നന്നാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.